ഓം ഗുരു ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ബുദ്ധിപ്രകാശായ ദീപജ്യോതിർനമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. ഓം ശ്രീ മഹാഗണാധിപതയേ നമഃ. ലക്ഷ്മീ നാരായണാഭ്യാം നമഃ. ശചീ പുരന്ദരാഭ്യാം നമഃ. വാണീ ഹിരണ്യഗർഭാഭ്യാം നമഃ. ഓം ദേശദേവതാഭ്യോ നമഃ. ഓം കുലദേവതാഭ്യോ നമഃ. ഓം വാസ്തുദേവതാഭ്യോ നമഃ. ഓം ഇഷ്ടദേവതാഭ്യോ നമഃ. സർവേഭ്യോ ബ്രാഹ്മണേഭ്യോ നമഃ. മാതാപിതൃഭ്യോ നമഃ. കടക്കിലേക്ക് അർച്ചന വീണ്ടും പുഷ്പത്തെ തൊഴുതു പിടിക്കാം. ഗുരുവിനെ പൂജയ്ക്കായിക്കൊണ്ട് തന്റെ മുമ്പിലിരിക്കുന്ന വിളക്കിലേക്ക് ഞാൻ ആവാഹിക്കുന്നു. തൊഴുതു പിടിക്കാം. സഹസ്രദളപങ്കജേ സമലശീലരശ്മിപ്രഭം പരാമയകരാംബുജം വിമലഗന്ധപുഷ്പാംബരം സ്മരേ ചിരസിമം സഹം തതവിധാനപൂർവം ഗുരും ഭജേ. ഗുരുദേവന്റെ സ്തോത്രം ചൊല്ലിക്കഴിയും ശ്രീനാരായണ പരമഗുരവേ നമഃ എന്ന് പറഞ്ഞ് അർച്ചന ചെയ്യാം. വളരെ ശ്രദ്ധയോടും ഭക്തിയോടും ഭാവനയോടും കൂടി അർച്ചന ചെയ്യാം. ശ്രദ്ധയും ഭക്തിയും ഭാവനയുമാണ് പൂജയ്ക്ക് വേണ്ടുന്ന പ്രധാനമായിട്ടുള്ള യോഗ്യതകൾ. അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. വളരെ ശ്രദ്ധയോടുകൂടി ഗുരുവിൻ്റെ പാദങ്ങളിലേക്ക് പൂജ ചെയ്യുന്നു എന്ന് പ്രാർത്ഥിക്കാം. ഈ പൂജയിലൂടെ നമ്മുടെ അഭീഷ്ടങ്ങളൊക്കെ നടക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ലോകത്തെ എല്ലാവരും സുഖമുള്ളവരായി ഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഭൗതിക സുഖങ്ങളും ആത്മീയ സുഖങ്ങളൊക്കെ ഉണ്ടാകണേ എന്ന് ഗുരുദേവനോട് പ്രാർത്ഥിക്കും. ഓരോ മന്ത്രം പറയുമ്പോഴും ശ്രീനാരായണ പരമഗുരവേ നമഃ എന്ന് പറഞ്ഞ് ഓം അഖിലൈക ഗുരവേ